ലൈറ്റ് കത്തുന്നില്ല. ഇളകി പോയി ലൈറ്റ്. ഇന്ന് ഓഗസ്റ്റ് മാസം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷം പൂർത്തിയാകുന്ന മാസം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യക്ക് മോചനം കിട്ടിയിട്ട് 78 വർഷം ആഘോഷിക്കുന്ന മാസമാണ്. അതിൻ്റെ സന്തോഷം കൊണ്ടാടുന്ന ദിവസങ്ങളാണ് ഇത്. ഇതിന് പിന്നിൽ അനേകം പേരുടെ പ്രയത്നമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ധാരാളം പേർക്ക് രക്തസാക്ഷികൾ ആകേണ്ടതായും വന്നിട്ടുണ്ട്. അവരെയെല്ലാം നമുക്ക് ഈ മാസം നന്ദിയോടെ ഓർക്കാം. എന്നാൽ സത്യത്തിൽ നമ്മൾ സ്വതന്ത്രരാണോ? യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തൊക്കെയോ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഒറിജിനാലിറ്റി എല്ലാം നഷ്ടപ്പെട്ട് നാം ആർട്ടിഫിഷ്യലായി ജീവിക്കുന്നത് പോലെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കാത്തത്? ബഹുമാനപ്പെട്ട വക്കൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഓഗസ്റ്റ് മാസം വചനം പറയാൻ സ്ട്രീറ്റിൽ വരണമെന്ന്. ഞാൻ സമ്മതിച്ചു. അപ്പോൾ മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ ലോകം വെച്ച് നീട്ടുന്ന പലതിൻ്റെയും അടിമകളായി നാം ഇന്നും കഴിയുന്നു. നമ്മുടെ ശരീരവും മനസ്സും പല തിന്മകൾ കൊണ്ട് ചങ്ങലയിട്ട് പൂട്ടിക്കെട്ടപ്പെട്ട അവസ്ഥ. ഇങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുക? അവർക്ക് എങ്ങനെയാണ് സ്വതന്ത്രർ ആക്കപ്പെടുക? ഞാൻ യേശുവിനോട് ചോദിച്ചു, ഈശോയെ, എങ്ങനെയാണ് മനുഷ്യകുലത്തെ ഈ അസ്വാതന്ത്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക? അപ്പോൾ ഈശോ തിരുവചനത്തിലൂടെ എന്നോട് സംസാരിച്ചു. നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന്. ഒരു വചനം കൂടി യേശു എന്നെ ഓർമ്മിപ്പിച്ചു തന്നു. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നില്ല എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ്.